ഹലോ അസ്സാമലൈക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളൊന്ന് കണ്ടു നോക്കിയല്ലോ. അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണാനും ലൈക്കും സബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നീച്ച് വരുമ്പോൾ മാവൊക്കെ റെഡി ആയിരിക്കുമ്പോൾ നമുക്കൊരു സമാധാനമാണ് അല്ലേ. അപ്പോൾ ഇന്നലെ രാത്രി അരച്ച് വെച്ചാണ് കേട്ടോ നമുക്ക് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പച്ചരിയും ഉഴുന്നും കുറച്ച് ഉലുവയും കൂടി രാവിലെ വെള്ളത്തിയിട്ട് വെച്ചിരുന്നു. അത് വൈകുന്നേരം ആകുമ്പോൾ അരച്ച് വെച്ചാൽ നമ്മൾ കാസ്ട്രോളിലാക്കി വെച്ചാൽ കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ നന്നായിട്ട് തന്നെ പൊങ്ങി വരും. അപ്പോൾ ഈ കുറച്ച് ഉലുവയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ മാവെല്ലാം ഉഷാറായി കിട്ടുമല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിലേക്കുള്ള ഒരു ചട്ടിനി ഉണ്ടാക്കുകയുണ്ടോ, ചമ്മന്തി തക്കാളി ചമ്മന്തി ഉണ്ടല്ലോ അതുണ്ടാക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഉഴുന്ന് ദോശയ്ക്ക് എല്ലാവർക്കും അതാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിങ്ങാണ്ട് ഒരു സവാളയും അതുപോലെ കുറച്ച് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇടുമ്പോൾ ഒരു പാകത്തിന് ഇട്ടിടാവും, അങ്ങനെ കുത്ത് വരും അല്ല കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിലേക്ക് ഞാൻ മസാല ദോശ ആക്കി ഉണ്ടാക്കുമ്പോൾ അതിന് കിഴങ്ങ് ഇഷ്ടമൊക്കെ ഉണ്ടാക്കിയിട്ട് വെച്ചെടുക്കുമ്പോൾ അതും ഇഷ്ടമാണ്. പിന്നെ തേങ്ങൻ്റെ ചട്നിയും കൂടി ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഉഴുന്ന് ദോശ ആക്കിയിട്ട് കുറച്ച് കട്ടിയിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനത്തെ ഒരു ചമ്മന്തി ഉണ്ടായാൽ നല്ല രസമുണ്ടാവും. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വറ്റൽമുളകും കൂടി ഇട്ടിട്ടുണ്ട്. ഈ വറ്റൽമുളക് നല്ല എരിവുണ്ട് കേട്ടോ, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് എണ്ണയിലൊന്നും കണ്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് റെഡി ആയതിൻ്റെ ശേഷം ഇതുകൊണ്ട് ചൂടാറിയിട്ട് ഒന്നും കണ്ട് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ദോശൻ്റെ കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഫ്രൈ ഫാനൊന്നും വെച്ചിട്ടില്ല, ദോശൻ്റെ കല്ലിൽ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഫ്രൈ ഫാനിനെക്കാട്ടിയും നല്ലത് ഈ കല്ലിൽ ചുട്ടെടുക്കണം കേട്ടോ. അപ്പോൾ മോനക്ക് ഇങ്ങനെ പരത്തിയിട്ട് കുറച്ചിങ്ങനെ മൂപ്പിച്ചെടുക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ എനിക്കാണെങ്കിലും അങ്ങനെ കട്ടിയിലുള്ള കുറച്ചിങ്ങനെ കട്ടിയാക്കിയിട്ട് എടുക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഞാൻ മോനക്ക് അങ്ങനെ കുറച്ചിങ്ങനെ പരത്തിങ്ങാണ്ട് ഒന്നിങ്ങനെ മൂപ്പിച്ചെടുത്തിങ്ങാണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചമ്മന്തിയൊക്കെ അരച്ചിങ്ങാണ്ട് രണ്ടപ്പം ഏകദേശം പരത്തിങ്ങാണ്ട് മൂപ്പിച്ചെടുത്തിങ്ങാണ്ട് അവനക്ക് കൊടുത്തിട്ടോ. അപ്പോൾ അവനക്ക് ഇങ്ങനെ കട്ടിയിൽ ഇങ്ങനെ കുഴഞ്ഞങ്ങാണ്ടുള്ള ഇഷ്ടമല്ല. അപ്പോൾ എനിക്കാണെങ്കിലും ഇങ്ങനെ കുറച്ചിങ്ങനെ കട്ടി ഉണ്ടായിട്ടുണ്ടല്ലോ, നല്ല ഇങ്ങനെ അത്യാവശ്യം ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം, അത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു കുറച്ച് എണ്ണ ഇങ്ങനെ തൂവി കൊടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ കേട്ടോ. എന്നിട്ട് പിന്നെ അതൊന്നും കൂടി ഇങ്ങനെ മെറിച്ചിട്ട് കൊടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കട്ടിയിലുള്ള ഇങ്ങനെ ഒരു അപ്പം ഉണ്ടാവും കേട്ടോ. വേണ്ടിയില്ല ഇതിൻ്റെ സോഫ്റ്റ് നല്ല നല്ല രുചിയാണ് കേട്ടോ ഈ ചമ്മന്തി കൂട്ടി കഴിക്കാൻ. അപ്പോൾ ഞാനും ബാക്കിയുള്ളതൊക്കെ അങ്ങനെ തന്നെ കേട്ടോ ചുട്ടെടുത്തത്. അപ്പോൾ മോനക്ക് ഒന്നിങ്ങനെ പരത്തിങ്ങാണ്ടൊന്നിങ്ങനെ മൂപ്പിച്ചെടുത്ത് കൊടുത്തിട്ട് ക്രിസ്പി ആക്കി എടുക്കണം. ഒന്നിങ്ങോട്ട് പരത്തിയാൽ നല്ല രസം ഉണ്ടാവില്ലേ, അങ്ങനെ ആക്കിയെടുക്കും. അപ്പോൾ ഞാൻ മസാല ദോശ ആണെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കും. എനിക്കിങ്ങനെ ചമ്മന്തി കൂട്ടി കഴിക്കുമ്പോൾ അതുപോലെ കട്ടിയുള്ള ദോശയാണ് ഇഷ്ടം. അപ്പോൾ അതൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഇനി നമ്മൾ ചോറിനുള്ള വെള്ളം വെക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഉച്ചക്കൊക്കെ മാത്രം വെക്കുക തന്നെ ഈ കുക്കറിൽ ഗ്യാസുമ്മ വെച്ച് കൊടുക്കലാണ്. അപ്പോൾ ഇന്ന് ചോറ് ഏതായാലും കലത്തിലുണ്ട്, 2 നേരത്തിനും കൂടിയാണ് വെക്കാമെന്ന് വിചാരിച്ച്. അടുപ്പ് കത്തിക്കുക എന്നുണ്ടെങ്കിൽ അങ്ങനെ കേട്ടോ വെക്കൽ. ചോറ് 2 നേരത്തിനും കൂടി ഒന്നാകെ വെച്ചെടുക്കും. പിന്നെ ഉച്ചക്കൊക്കെ ഉള്ളതൊന്നും രാത്രിക്കൊക്കെ ഉള്ളതൊന്നും അങ്ങനെ വെക്കാൻ നിൽക്കില്ല. ഗ്യാസുമ്മലാവുമ്പോൾ കുക്കറിൽ നമ്മൾ ഉച്ചക്കൊക്കെ ഉള്ളത് വെക്കും, പിന്നെ രാത്രിക്കൊക്കെ വെച്ചെടുക്കും, അങ്ങനെയായിട്ട് ചെയ്യൽ. അപ്പോൾ അരിയൊക്കെ അത് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വേവില്ലാത്ത അരി തന്നെയാണ് വെക്കുന്നത്. അതാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടം കേട്ടോ. ഉണ്ടാവുമ്പോൾ അത് വെക്കും, ഇല്ലയെന്നുണ്ടെങ്കിൽ മറ്റുള്ളത് വെക്കൂട്ടെ, അങ്ങനെയാണ്. പിന്നെ അധികം നല്ല തിളച്ച വെള്ളമൊക്കെ ഒഴിച്ചിക്കാണ്ട് 2-3 പ്രാവശ്യം കഴുകിയെടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് തീയൊക്കെ നന്നായിട്ട് കത്തുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ശേഷം നമ്മൾ ചോറൊക്കെ വെന്ത് ഊറ്റി വെച്ചതിൻ്റെ ശേഷം കേട്ടോ പിന്നെ അത് കറി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അടുപ്പത്ത് തന്നെ അങ്ങനെ കത്തിനുണ്ടല്ലോ, അപ്പോൾ അടുപ്പത്ത് തന്നെ ആക്കാമെന്ന് വിചാരിച്ച്. അല്ലെങ്കിൽ തീയൊക്കെ കെട്ടറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്യാസ് മേലാട്ടോ പിന്നെ കറിയൊക്കെ ഉണ്ടാക്കൽ. ചോറും ചില ദിവസങ്ങളിൽ മാത്രമാണ് അടുപ്പത്ത് കത്തിക്കലുള്ളൂ. പിന്നെ ഇവിടെ അങ്ങനെ കത്തിക്കാനൊക്കെ ബുദ്ധിമുട്ട്, കാരണം കത്തി കഴിഞ്ഞാലൊക്കെ അത്യാവശ്യം നല്ല ചൂടും ഉണ്ടാവും, ഉഷാറായിട്ട് തന്നെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ അടുപ്പത്ത് തന്നെ ഉണ്ട് കറി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് അതിക്ക് കുറച്ച് ഉലുവ പൊട്ടിച്ചതിന് ശേഷം അതിക്ക് കുറച്ച് ചെറിയ ഉള്ളിയും സവാളേൻ്റെ ഒരു ചെറിയ കഷ്ണം കൂടി ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്നു, അതും കറിവേപ്പിലയൊക്കെ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 പച്ചമുളകും കൂടി ഒന്നിങ്ങാണ്ട് ജസ്റ്റ് ഒന്നിങ്ങോട്ട് ഇട്ടിങ്ങാണ്ട് വാട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ഈ കറി ഉണ്ടല്ലോ സവാള വാട്ടിക്കാണ്ട് അരച്ചിട്ട് ഒഴിക്കൂലേ, തേങ്ങ അരച്ച കറി പോലെ ഇരിക്കും കേട്ടോ. ഈ സവാള ഒന്നും ഇങ്ങോട്ട് വാട്ടിയിട്ടുണ്ടല്ലോ അരച്ചെടുത്തിട്ട് ഒഴിക്കുക, അങ്ങനെയും ചെയ്യാം. ഇത് ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അത് കുറച്ച് ചെറിയ ഉള്ളിയും ചേർത്തിക്കണം, പിന്നെ അതുപോലെ കുറച്ച് സവാള കേട്ടോ. കൂടുതൽ സവാള ഉണ്ടായാൽ നമ്മൾ ഈ കറി ഉണ്ടല്ലോ ഒരു മധുരിപ്പ് പോലെ ഇരിക്കും. അപ്പോൾ കുറച്ച് സവാളയും അതുപോലെ തക്കാളിയും ചേർത്ത് കൊടുക്കുക. പൊടികൾ അത്യാവശ്യം ഇടും ചെയ്യുക, അങ്ങനെ കേട്ടെ. മുളക് കറി ഈ രൂപത്തിൽ വെക്കുമ്പോൾ രുചി. അപ്പോൾ മത്തി മുളകിട്ടാണെങ്കിലും ഇതുപോലെ ഈ ഞാൻ ഇപ്പോൾ ഇതിൽ ഇട്ട് കൊടുക്കൽ എന്താണ് പറയുക, കുടംപുളിയാണ് കേട്ടോ. പുളിക്ക് പകരം വാളൻ പുളിയും ചേർത്തിട്ട് ഉണ്ടാക്കലുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏറെയും കുടംപുളി ഇട്ടിട്ടുണ്ട് കറി വെക്കണത്. അപ്പോൾ അത് ഇട്ട് ഉണ്ടാക്കി നോക്കുമ്പോൾ എല്ലാവർക്കും ഇപ്പോൾ അതായി ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുടംപുളി ഇട്ടിട്ടാണ് ഇപ്പോൾ ഏറെ വെക്കുന്നത്. പുക കൊണ്ട് ഇതിക്ക് കാണുന്നില്ലല്ലേ.
അപ്പം കൂടുതൽ തീയാവുമ്പോൾ നമ്മൾ ഈ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകില്ല. അപ്പോൾ തീയൊന്ന് കുറച്ചതാണ് കേട്ടോ. ഈ പൊടികൾ എന്ന് പറഞ്ഞാൽ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ മല്ലിപ്പൊടി അങ്ങനെ ഇട്ട് കൊടുക്കലില്ല. അപ്പോൾ ഇതുപോലെ അങ്ങനെ വാട്ടിയിട്ട് വെക്കുമ്പോൾ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ആ എണ്ണയിൽ ഒന്നും ഇങ്ങോട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ സ്ഥിരമായിട്ടൊക്കെ വീഡിയോ ഇട്ടിരുന്നിട്ടോ. അപ്പോൾ വീഡിയോ എടുക്കാൻ നല്ല മടിയാണ്. അതുപോലെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ നല്ല മടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്. ഞാൻ വീഡിയോ ഇടാതിരുന്നപ്പോൾ ആരും അങ്ങനെ കാണാതായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ചാനൽ ഇത്രയും കൊണ്ട് നടന്നിട്ട് പിന്നെ ഒരു കാര്യമില്ലാതാവുമ്പോൾ എന്തോ ഒരു ഇത് കേട്ടോ. ഞാൻ പിന്നെയും വീഡിയോ ഇടാമെന്ന് കരുതിയതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പൊടികളൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിൻ്റെ ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ചുടുവെള്ളമാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പച്ചവെള്ളം കേട്ടോ ഒഴിച്ച് കൊടുത്തത്. ചുടുവെള്ളം ഉണ്ടായിരുന്നില്ല, അപ്പോൾ പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുടംപുളി ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂടുതൽ വെള്ളം വേണ്ട, അത്യാവശ്യം അങ്ങനെ കുറുകിയിട്ടുള്ള കറി വേണമെന്നുണ്ടെങ്കിൽ അത്ര ഒഴിച്ച് കൊടുത്താൽ മതി. കുറുകിയിട്ടുള്ള കറി ഉണ്ട് ഇവിടെ എനിക്കിഷ്ടം. പക്ഷേ ഇവിടെ മക്കൾക്കാണെങ്കിൽ കുറച്ച് ലൂസുള്ള കറിയേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ലൂസാക്കി എടുക്കുന്നത്. പിന്നെ ഞാൻ ഒക്കെ ഒന്ന് മൂടിയിട്ട് കൊടുത്തിട്ടോ, കുടംപുളിയൊക്കെ ഇട്ടുകൊണ്ട്. പിന്നെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് മെത്തളാണ് മെയിൻ കേട്ടോ. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. മെത്തൾ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് രാത്രി കിട്ടിയപ്പോൾ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ കറിയൊക്കെ നല്ല എളുപ്പമാണ്. പിറ്റേന്ന് തന്നെ എടുത്തിട്ട് കൊണ്ട് കഴുകിയെടുത്താൽ മതിയല്ലോ. അപ്പോൾ അതിന് ഐസൊക്കെ നല്ല ഉഷാറായി പോവുകയും ചെയ്യും. അപ്പോൾ പിന്നെ ഇതൊക്കെ രാവിലെ തന്നെ നന്നാക്കി എടുക്കാൻ നിൽക്കുമ്പോൾ ഒരുപാട് നേരം പോവുകയും ചെയ്യില്ലേ. മറ്റുള്ള പണികളും ഇതിൻ്റെ ഇടയിൽ കൂടെ മീൻ നന്നാക്കാനൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മോള് സ്കൂളിൽ പോകുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം രാവിലെ എല്ലാം കൂടി. അപ്പോൾ അതാണ് ഒന്നാമത്തെ വീഡിയോ എടുക്കാത്തത്. രാവിലെ ഗ്യാസുമ്പോൾ പെട്ടെന്ന് തന്നെയാണ് പണി തീർക്കും കേട്ടോ. ചോറും വെക്കും, അതുപോലെ എന്താ കൂട്ടാണ്ടാക്കുന്നത് അതും പെട്ടെന്നാണ്ട് റെഡിയാക്കും. അപ്പോൾ അവർ സ്കൂളിൽ പോകുന്നതിന് മുമ്പായിട്ട് എല്ലാ പണികളും തീർക്കും. അടുപ്പത്തെ പണി കേട്ടോ. മറ്റുള്ള അടിക്കലും തുടക്കലും തിരുമ്പലും പിന്നെയുള്ള ക്ലീനിങ്ങും വൃത്തിയാക്കലും ഒക്കെ ഉണ്ടാവും പണികൾ. അപ്പോൾ അടുപ്പത്തുള്ള കാര്യങ്ങൾ എളുപ്പമായിട്ട് തീർക്കും. അപ്പോൾ അടുപ്പത്തിക്കാനോ ബുദ്ധിമുട്ടോ ഒന്നും നിൽക്കലില്ല, ധൃതി പണിയാകുമ്പോൾ. പിന്നെ കുറച്ച് മെത്തൾ പൊരിച്ചിട്ടുണ്ടായിരുന്നു. എത്ര കുറച്ച് മീനാണെങ്കിലും കുട്ടികൾക്ക് പൊരിച്ച മീനാട്ടോ ഇഷ്ടം. കറിയത്തെ മീൻ ഒരു കൂട്ടൂല. ഇക്കാണെങ്കിലോ കറിയത്തെ മീനാട്ടോ ഇഷ്ടം. പിന്നെ നമ്മൾ ചോറൊക്കെ കഴിച്ചിട്ടോ. പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ബേബി ബിറ്റാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഷോർട്ട് വീഡിയോ ആയിട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കൊന്നുമില്ല കേട്ടോ, ഇത് നമ്മളൊരു ഫ്രണ്ട്സ് ഇങ്ങനെ അയച്ചു തന്നതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഇതിൽ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ എന്നാലും ഒരു വീഡിയോ എടുത്ത് നമുക്ക് സ്ഥലമൊക്കെ 10K ഫോളോവേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു വരുമാനമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വെറുതെ ഒരു വീഡിയോ ആക്കി ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്കും സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്.